ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ഇന്ന് 10ാമത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നടിഞ്ഞ് നമ്മുടെ എവിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കണ്ടസ്റ്റൻസിന്റെ അവരുടെ ഒരു വിൽ പവർ അളക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു ഇന്ന് നടന്നത്. ജഡ്ജസ് ശരിക്കും ഓരോ കണ്ടസ്റ്റൻസിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു കാഴ്ചയും നമ്മളെല്ലാം കണ്ടത്. അത് ശരിക്കും പെട്ടുപോയത് എന്ന് പറയുന്നത് നമ്മുടെ ഷിജിനാണ്. തകർന്നടിഞ്ഞു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിൽ നൈസായിട്ട് എൽദോയും നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂജയ്ക്കാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള പണികൾ കിട്ടിയെങ്കിൽ പോലും ഷിജിന്റെ അത്രയും നേരിടേണ്ടി വന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഷിജിൻ ശരിക്കും തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം. അവസാനത്തെ ആ ഒരു ഷോട്ടും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവസാനം എലിമിനേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അവസാനം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ഷിജിനായിരുന്നു. ഷിജിൻ പുറത്തേക്ക് പോകുമെന്ന് പുള്ളി വിചാരിച്ചെങ്കിൽ പോലും പ്രേക്ഷകരുടെ കയ്യിലാണ്, പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാൻ വോട്ടിങ്ങിന്റെ അവസരങ്ങളാണ് പ്രേക്ഷകർ കൂടിയാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു ദിവസം സേവ് ആക്കുകയായിരുന്നുണ്ടായിരുന്ന ലാസ്റ്റ് എവിക്ഷനിൽ വന്ന 5 കണ്ടസ്റ്റൻസിൽ ഏറ്റവും അവസാനമാണ് നമ്മുടെ ഷിജിന് നിന്നത്. മൊത്തത്തിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ആദ്യ ടാസ്ക് മുതൽ ഷിജിന് നേരിടേണ്ടി വന്നത് വളരെ എന്താ പറയുന്ന തിരിച്ചടികൾക്ക് മേലെ തിരിച്ചടികൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ കണ്ടസ്റ്റൻസും ചേർന്ന് ആക്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അറൗണ്ട് 4 കണ്ടസ്റ്റൻസ് എന്തോ ഡിസ്ലൈക്ക് ചെയ്യുന്ന ആ ഒരു ഡിസ്ലൈക്ക് ബാഡ്ജും കാര്യങ്ങളും ഒക്കെ ഷിജിന് കൊടുത്തിരുന്നു. പല കാരണങ്ങളുണ്ടായിരുന്നു. പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പറയുന്നില്ല. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നു. ടാസ്കുകളിൽ അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മാറി നിൽക്കുന്നു. അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റു പലരുടെയും തീരുമാനങ്ങൾ കൂടി ഉണ്ടായി. ഒരു ഗെയിം വിജയിച്ചു കഴിയുമ്പോൾ അത് തന്റെ തീരുമാനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഒരു ഇമേജ് ഉയർത്താനൊക്കെ നോക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റു പല കണ്ടസ്റ്റൻസും പല ആരോപണങ്ങളും ഷിജിന് നേരെ ഉയർത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും ഇന്ന് പല കണ്ടസ്റ്റൻസിന്റെയും വിൽ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ പല കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പല കണ്ടസ്റ്റൻസിനെ താറടിച്ച് ശരിക്കും ഭിത്തിയിൽ ഒട്ടിച്ച് കീറി വിടുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ശരിക്കും പെട്ടുപോയത് ഷിജിനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഉണ്ടായിരുന്ന ആ ഒരു ഇമേജ് ഒബ്സർവേഷൻ ടാസ്കിലും വിജയിക്കാൻ സാധിച്ചില്ല. ഷിജിന്റെ ടീമിലേക്ക് തെരഞ്ഞെടുത്ത കണ്ടസ്റ്റൻസിനും പ്രോപ്പറായിട്ട് ആ ഒരു ടാസ്ക് ചെയ്യാൻ സാധിക്കാത്തത് മൂലം ഷിജിന് മൊത്തം ഒരു ടോട്ടൽ തോൽവി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. ആ ഒരു ടാസ്ക് എങ്കിലും വിജയിച്ചിരുന്നെങ്കിൽ ഷിജിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ കൂടെ തെരഞ്ഞെടുത്ത കണ്ടസ്റ്റൻസിനാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ ഒരു തോൽവി കൂടി ഷിജിന്റെ തലയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ കിട്ടിയ അവസരം മുതലെടുത്ത് ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും മറ്റു കണ്ടസ്റ്റൻസും കൂടെ നിന്നവരും എല്ലാവരും ഷിജിനെ തന്നെ കുറ്റം പറയുകയും ഇന്ന് എലിമിനേഷനിലേക്ക് വരുമ്പോൾ ഷിജിന്റെ കാരണങ്ങൾ കൊണ്ടാണ്, ഷിജിൻ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടാണ്, പ്രോപ്പറായിട്ട് കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ്, തന്റെ ടീമിലേക്ക് പ്രോപ്പറായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ, പ്രോപ്പറായിട്ട് ഓരോ ആൾക്കാരെ അസൈൻ ചെയ്തിരുന്നെങ്കിൽ ഷിജിന് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിജിനെ മാക്സിമം കോർണർ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്താണെങ്കിലും ഷിജിൻ അവസാന നിമിഷമായപ്പോഴത്തേനും തകർന്നടിഞ്ഞൊരു മൂലയിൽ ഇരിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു. എനിവേസ് ആള് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. നിലവിൽ അവിടെ നിൽക്കുന്ന ടോപ്പ് 12 കണ്ടസ്റ്റൻസ് 12 കണ്ടസ്റ്റൻസിൽ വൺ ഓഫ് ദ ടാസ്കുകളിലൊക്കെ മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ഷിജിൻ. പിന്നെ സംസാരിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ പ്രോപ്പറായിട്ട് പുള്ളി പറയുന്ന ഐഡിയാസ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരാളല്ല. അതെല്ലാവർക്കും ഒരേ രീതിയിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എല്ലാവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് എത്തിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. എല്ലാം പല രീതിയിലുള്ള കണ്ടസ്റ്റൻസ് പല മേഖലയിൽ നിന്നുള്ളവരാണല്ലോ വരുന്നത്. അതിപ്പോ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മളെല്ലാവരും ബിഗ് ബോസിൽ കാണുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഫൈനലിലേക്ക് വന്നു കഴിയുമ്പോൾ ആകാൻ പോകുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുക. ഷിജിൻ ബിഗ് ബോസ് മലയാളം സീസൺ 8 കടക്കാനുള്ള യോഗ്യതയുണ്ടോ? അതുപോലെ ഈ ഒരു ആഴ്ചയിലെ വോട്ടിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഷിജിന് വോട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? ഷിജിനോട് താല്പര്യമുള്ള പ്രേക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയുക. എനിവേസ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഷിജിന് ഒരു ബാഡ് ലക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് നോക്കാം. കൂടുതൽ ബിഗ് ബോസ് അഗ്നിപരീക്ഷ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.